21ാം നൂറ്റാണ്ടിലും ദൈവത്തിന് വേണ്ടി മനുഷ്യന്മാർ റോട്ടിൽ കിടന്ന അടി. ചായ. ഓ ഇന്നത്തെ പത്രത്തിൽ വിശേഷം കുറെ മനുഷ്യന്മാരെല്ലാരും ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി ഭയങ്കര പെടാപ്പാട്. എന്താണ് എന്തിന്റെ കാലിന് വല്ല പ്രശ്നമുണ്ടോ? മുട്ട് ചെറിയൊരു വേദന. 3 ദിവസമായിട്ട് ശ്രദ്ധിക്കാണല്ലോ. എന്താണ് പ്രശ്നം? ഓ ഇപ്പഴെങ്കിലും ചോദിക്കാൻ തോന്നില്ല. ഭാഗ്യം. ഇപ്പഴല്ലേ ശ്രദ്ധിച്ചത്. മുട്ട് മടക്കാനൊന്നും പറ്റുന്നില്ല, ഒരു വേദന. 2 മുട്ടോ? സന്ധിവാദമെല്ലാം തന്നെ ഇരിക്കുമല്ലോ. അതൊന്നും അല്ല. പിന്നെന്ത് പറ്റിയേ? ഞാൻ 3-4 ദിവസം മുമ്പ് ഒന്ന് വീണതാന്നേ. എവിടെ? പുറകുവശത്ത്. എങ്ങനെ വീണ? ഇനി എങ്ങനെയാ വീണെന്ന് ഞാൻ ഇച്ചാനും വീണ് കാണിച്ചു തരണോ? ഞാൻ എങ്ങനെയാ വീണേന്ന് വെച്ചിട്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. എങ്ങനെ വിടുന്നേന്ന് ചോദിക്കേ. അതിന് പറയാത്തിന്റെ 4 ദിവസം മുമ്പ് അറിഞ്ഞില്ല. തൊടണ്ട. ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. തൊടമ്പോ മുറിവൊന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ സ്ലിപ്പായി വീണതാന്നേ. തൊടമ്പം വേദന. വേദന ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണിക്കുന്ന എക്സ്റേ. പതുക്കെ പിടിക്കിട്ട് എക്സ്റേ ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്കൊന്നുമില്ല. പിന്നെ നടക്കാനും ഇങ്ങനെ മുട്ട് മടക്കാനൊന്നും പറ്റണില്ല. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. അയ്യോ വേണ്ട. മുറിവാണെങ്കിൽ കാണിക്കത്. സാരമല്ല. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം. പുറത്തൊന്നിട്ടല്ലേ കാണിക്കാൻ പോണത്. എന്താണ് ചായ? 4 ദിവസത്തിന് മുമ്പ് വീണിട്ട് എന്താണോ പറയണത്? അത് കൊള്ളൂലില്ല. അസുഖം കാലെന്തൊരു വേദനയാണ്. നോക്കാനൊന്നുമില്ലെന്ന്. ആശുപത്രി പോയെന്ന് മുറിവില്ലെന്ന് പറഞ്ഞിട്ട് മുറിവല്ല. ചിലപ്പോ വീണപ്പോ ചിരട്ട വല്ല പൊട്ടി കാണും. ഇല്ല, ഞാൻ വീണപ്പോ എന്റെ ചിരട്ടയൊന്നും ഇല്ലായിരുന്നു. ഒരെണ്ണം തന്നോട്ടോ. നീ ചട്ടയെ കൊണ്ട് വീണെന്ന് ഞാൻ പറഞ്ഞ ആ കാലോട്ടിന്റെ ചിരട്ട വല്ല പോയി കാണും. അതാ. ഇല്ല, കുഴപ്പമില്ല ചായ. നീ നടക്ക്. നടക്കട്ടെ. നീ നടാകട്ടെ. കുഴപ്പമില്ലാന്നിട്ടാണ് ഇങ്ങനെ മണ്ടി ഉണ്ടി നടക്കണം. കുഴപ്പമില്ലാന്നിട്ടാണ്. സാരമില്ല. അത് 2 ദിവസം സ്റ്റെപ്പിലെ കയറാതെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോ എന്റെ കാല് ശരിയായിക്കോളൂ. അങ്ങനെ ഉണ്ടാക്കണ്ട. അത് ഞാൻ കുളിക്കുമ്പോ പുരട്ടിക്കോളാം. എന്റെ ഇച്ചാനെ എന്റെ അടുത്ത് ഇത്ര സ്നേഹം തോന്നാൻ കാരണം എന്താന്നറിയാവോ? എനിക്കറിയാം, പക്ഷെ ഞാൻ അതിപ്പോ പറയണില്ല. പിന്നെ പറയാം. പോയി നോക്കാരാണ് ഇതാരിത്? ഭാര്യ സ്നേഹിക്കുന്ന സമയത്ത് കാല് കണ്ടിരിക്കുമ്പോഴോ ഭാര്യ സ്നേഹിക്കണം. നോക്ക്. ഫോൺ എടുത്തോട്ടെ. പിന്നെ എടുത്തോണ്ട് പോ. അയ്യോ, എന്താണ് ഭയങ്കര സന്തോഷം രാവിലെ? ഇല്ല സാറേ, പച്ചയാ. പിന്നെ ചിരി ആയുസ് വർദ്ധിക്കുന്നല്ലേ. ഇങ്ങനെയാണെങ്കിൽ കുടിയാണെങ്കിൽ നല്ല ആയുസ് വർദ്ധിക്കും. എന്ത് വിശേഷം? അല്ല, അത് സാറേ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. എനിക്കാണെങ്കിൽ ഒരാൾ കുറച്ച് കാശ് കടം തരാനുണ്ട്. അങ്ങോട്ട് വിളിക്കാനാണെങ്കിൽ ഫോണുമില്ല. സാറിന്റെ ഫോണൊന്ന് തന്നിരുന്നെങ്കിൽ. അത്രേ ഉള്ളോ? ഓ, വലിയ കാര്യം സാറേ. സാറേ ഇതിലെങ്ങനെ സാർ നമ്പർ എടുക്കണം? ഒന്ന് നമ്പർ കുത്തിയ കാണാ പാടാ നമ്പർ. ഓ പിന്നെ പച്ച ഇറങ്ങോട്ടാ. എടുത്ത് സാറോടല്ലേ എടാ നാറി. പാട്ടി, എടാ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചാ നീ ഫോൺ എടുക്കത്തില്ലല്ലേ? എടാ ഞാൻ കുറച്ച് കാശ് കടം ചോദിച്ചെന്ന് കരുതി ഞാൻ വിളിച്ചാ നീ എന്താ ഫോൺ എടുക്കാത്തത്? പട്ടി. എടാ കാശ് കടം തരാൻ പറ്റൂലെങ്കിൽ അത് തന്തയ്ക്ക് പറഞ്ഞ മുഖത്ത് നോക്കി പറഞ്ഞു. എടാ ശുനകപുത്ര, നീ എന്നെങ്കിലും എന്റെ മുമ്പ് വന്ന് ചാടുന്നു. കേട്ടാ പട്ടി നാറി. ആളുകൾ കേൾക്കുന്നേ. ഹലോ, ഇത് എന്തെന്ന് പറഞ്ഞ നേരത്തെ? കാശ് കടം ഇങ്ങോട്ട് തരാനുള്ളതെന്നാ? ഓ, എനിക്ക് കാശ് കടം തരാന്ന് പറഞ്ഞ ആളിനെ തന്നെ ഞാൻ വിളിച്ചത്. കടം തരാന്ന് പറഞ്ഞ ആളിനെ? ഓ, ഞാൻ വിളിച്ച അവൻ ഫോൺ എടുക്കത്തില്ല സാറേ. പിന്നല്ല. അത് ബെസ്റ്റ്. കാശ് കടം തരാന്ന് പറഞ്ഞ ആളിനെയാണ് എന്റെ നമ്പറിൽ വിളിച്ചത്. ഓ,
എന്നാലും ഇങ്ങനെ ഒരാളിനെയൊക്കെ ഇങ്ങനെ ചീത്ത പറയാൻ പറ്റുമോ ജോണി ചേട്ടാ? ഈ അയാളെ കാശ് കടം തരാൻ എന്ന് പറഞ്ഞത് ചിലപ്പം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാളെ കയ്യിൽ ചിലപ്പോൾ പൈസ കാണൂല. കാശ് ഇല്ലാത്തോണ്ടല്ല സാറേ, ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയ കാശ് കൊടുത്തില്ലെന്നും പറഞ്ഞാൽ അവൻ കാശ് തരാത്തതും ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തതും. അവനെ 2 പേര് പറഞ്ഞപ്പോ മനസ്സിന് എന്തൊരു ആശ്വാസം. മതി മതി. ഇനി അവൻ തിരിച്ചു വിളിക്കുമ്പോ ഇത് എന്റെ നമ്പരാണ്. എന്തായാലും ഇനിയിപ്പോ കാശ് ചോദിച്ചാലും തരാനുള്ളവരൊക്കെ ആയിരുന്നാലും ഇമാതിരി ചീത്ത പറയരുത് ഒരാളെ. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ മയത്തിൽ പറ. പിന്നെ ഇതിൽ കൂടുതൽ മയത്തിലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല സാറേ. എന്ത് കാണിക്കണം? കൊഴപ്പില്ല, ഞാൻ ചെയ്തോളാം. വേണ്ട ഞാൻ ചെയ്യാന്ന് മാറി വേണ്ടെന്ന്. നീ അവിടെ അങ്ങനെ മര്യാദക്ക് നല്ല കുട്ടികൾ പോടാ അവിടെ. ഭയങ്കരം. ഇനി പറഞ്ഞൊക്കെ ചായ ഉണക്കാറില്ല. ചായ ഇച്ചാൻ ഇഷ്ടം ഉണ്ടാക്കിത്താ. ഞാൻ എന്നുണ്ടാക്കിയാലും ഞാൻ കുടിച്ചോളാം. അവിടെ എന്തായിരുന്നു ഒരു ബഹളം കേട്ടത്? അവിടെ ഫ്രണ്ടില് കാലുയത്തന്നെ ഞാൻ കൂട്ടി വരാത്ത എന്തോ പ്രശ്നം? അയ്യോ മേഡം, വരാത്ത നന്നായി. അത് ജോണിക്കുട്ടി ചേട്ടന്റെ കുറെ പരാക്രമങ്ങളെ പുള്ളി ആരടുത്ത് ഈ പൈസ കഴിച്ചിരുന്ന. അപ്പൊ കൊടുക്കാന്ന് കണ്ട പറഞ്ഞു വന്ന്. അപ്പൊ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇയാള് വീണ്ടും അയാളെ വിളിച്ചു. വിളിച്ചിട്ട് ഇയാൾ ഫോൺ എടുത്തില്ല. ആ ഫോൺ എടുക്കാത്തതുകൊണ്ട് അതിന്റെ ദേഷ്യത്തിൽ ഞാൻ ഇപ്പൊ അവിടെ ചെന്നപ്പോ എന്റെ ഫോൺ വന്നിട്ട് അയാളെ ചീത്ത വിളിച്ചെങ്കിൽ അതിന് നീങ്ങനെ നോക്കണം. ഇച്ചാന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ നോക്കിയിരുന്ന എങ്ങനെ കത്തിക്കണെന്ന് പറയാം. കത്തിക്കണ എങ്ങനെ വേണ്ടി അപ്പൊ ചായ ചായല്ലേ? ഇപ്പൊ വേണ്ട. പിന്നെ നീ നേരത്തെ എന്തെന്ന് പറഞ്ഞ അത് ഇച്ചാൻ ഇപ്പൊ എന്റെ അടുത്ത് ഇത്രേ സ്നേഹം തോന്നാൻ കാരണം എന്തെന്ന് എനിക്കറിയാൻ. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാം. നീ പറയാതെ നീ പറയാതെ എനിക്കറിയാം. വെറുതെ എനിക്കതെന്താന്ന് പറയൂ. പറയ. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും നിനക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ല അല്ല, എന്താ അതിപ്പോ ഞാൻ പറയുന്നില്ല. ഫോണിൽ സൗണ്ട് കേൾക്കണത് ഒക്കെ എന്താ ആരെയും വിളിക്കണതായിരിക്കും. അത് മെസ്സേജ്. നീ പറ. ഒരു മെസ്സേജിനാണ് ഇത്ര സൗണ്ട്. നീ പറയടേ അങ്ങോട്ട്. എന്താ പറയാ? അത് പറയുന്നില്ല. അതാദ്യം നോക്ക് നിങ്ങള്. ഫോൺ ബില്ല്. ഫോൺ ബില്ല്. നീ പറ. അതവിടെ വെക്കും. നീ മറ്റേ കാര്യം പറ. കളിക്കാൻ പറ. പറയുന്നില്ല. പറയൂല. 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 ഈ മാസത്തെ ഫോൺ അതെങ്ങനെയാണ്? എന്താണ്? 1800 രൂപ. ഒന്ന് കസ്റ്റമർ കെയറിലൊന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. നീ ഇവിടെ പോണേ? നീ ഇവിടെ പോണേ? ഞാനിവിടെ ഇരുന്നോളാം. വേണ്ട, കയറി. 1800 അങ്ങനെ ഒരു കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇട്ട് പറ്റും. അതെ, ഹലോ, ഞാൻ അതെ ഇത് ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഉപയോഗിക്കുന്ന നമ്പറാണിത്. ഈ നിങ്ങളുടെ സിസ്റ്റം കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ സ്ലോ ആണ് സെർവർ, അതൊന്നും എന്റെ പ്രശ്നമല്ലല്ലോ. നമ്മളിപ്പോ ഒരു കാര്യം അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമ്പോ അതിന്റെ മറുപടി നിങ്ങൾ തരിക. എന്നോട് മയത്തി സംസാരിക്കാൻ പറഞ്ഞ ആള് കത്തിച്ചൊലിച്ച് നിൽക്കുകയാണല്ലോ. ഹോൾഡ് ചെയ്യാം. അതെ, ഞാൻ ഹോൾഡ് ചെയ്തോളാം. നിങ്ങൾക്കല്ലല്ലോ ബുദ്ധിമുട്ട്. എന്താ എന്താ സാറാ പ്രശ്നം? അല്ല, പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ജോണി ചേട്ടൻ ഇപ്പൊ അത് സോൾവ് ചെയ്യാൻ പറ്റൂല. അതാണ്. ഹലോ, അതെ, ഹോൾഡ് ചെയ്യാണ്. ഞാൻ ചോദിക്കുന്നത് എന്റെ ഈ മാസത്തെ ഫോൺ ബില്ല് ഇത്രയും കൂടാനുള്ള കാരണം എന്താണ്? അതിന് ഡീറ്റെയിൽസ് നിങ്ങൾ തരണമല്ലോ. അത് നിങ്ങളുടെ സിസ്റ്റം, അതൊന്നും ഞാൻ പറഞ്ഞില്ലേ. എന്താ സാറേ, ഫോൺ ബില്ലിന്റെ പ്രശ്നമാണോ? ഹോൾഡ് ചെയ്യാം. ഫോൺ ബില്ലിന്റെ പ്രശ്നമാണോ?
എന്റെ ജോണി ചേട്ടാ എനിക്ക് ഞാൻ ഒരു മാസം എങ്ങനെ വിളിച്ചാലും 500 അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെ തലത്തിൽ വെച്ചാലും 600 രൂപ ബില്ലാവില്ല. ഈ മാസം 1116 രൂപ. ഇതിനു മുമ്പ് ഇങ്ങനെ വന്നിട്ടില്ല. അത് മാത്രമല്ല ഇത്രയും ഒരു കാരണവശാലും ഇത്തിരി കൂടില്ല. ഹലോ, ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള വിശദീകരണം വേണമല്ലോ. ഞാനിവിടെ കിടക്കി കസ്റ്റമർ കെയർ വിളിക്കാറുണ്ട് സാറേ. ബില്ലിന്റെ പ്രശ്നമുണ്ടോ? എന്റെ ഫോൺ ബില്ല് വരുന്നൊന്നുമല്ല. പിന്നെ ഒരു സുഖം, ആരും നമ്മളെ വിളിച്ചാലും സാറേ നല്ല സാറേ വിളിച്ച് സംസാരിക്കുന്നത്. സാറേ വിളിക്കാനാണ് അങ്ങോട്ട് വിളിക്കുന്നത്. അത് മാത്രമല്ല സാറേ, എന്റെ ഭാര്യ ഞാൻ ജോലിക്ക് പോകാത്തതിന് ഇടക്കിടയ്ക്ക് വന്ന് തെറി വിളിക്കും. എനിക്ക് അവളെ തെറി വിളിക്കാൻ പറ്റില്ലല്ലോ. അതെല്ലാ വൈരാഗ്യം കൂടെ ഞാൻ ഈ കസ്റ്റമർ കെയർ വിളിച്ച് അങ്ങ് തീർക്കും. ഇവിടെ കണക്ഷൻ കിട്ടുന്നില്ല, റേഞ്ച് ഇല്ല, കട്ടായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു മനസമാധാനം. ഇതുപോലുള്ള മാനസിക രോഗികൾ ഒരുപാട് പേരുണ്ട്. ഹലോ ഹലോ, അതെ ഞാൻ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ 1200 രൂപ മെസ്സേജ് അയച്ചേ? ആര് മെസ്സേജ് അയച്ചേ? നിങ്ങൾ അങ്ങനെ വ്യാഴാഴ്ച രാത്രി അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. നിങ്ങൾ വെറുതെ കയറും. അത് ഡീറ്റെയിൽ ആയിട്ട്. ഹലോ, മെയിലില്ല. എന്റെ മെയിൽ അപ്പൊ ഞാൻ മെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ അങ്ങനെ വെറുതെ പറഞ്ഞാൽ അങ്ങനെ പറ്റൂല. ശരി ശരി ശരി. എന്തായി സാറേ? സാറെന്താ ആലോചിക്കുന്നത്? എന്റെ ഈ ഫോണിൽ നിന്ന് 1200 അത്ര മെസ്സേജ് അയച്ചു. 1300 എത്ര രൂപ അതിന് ഇതായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലെത്തി. വ്യാഴാഴ്ച രാത്രി സാറ് സാറേ കുത്തിയിരുന്നു ഈ മെസ്സേജ് എത്ര അയക്കുന്നത്? രാത്രി കുത്തിയിരുന്നു 1200 പേർക്കും മെസ്സേജ് അയക്കാൻ എനിക്ക് തലയ്ക്ക് ഭ്രാന്തല്ലേ. ആ പടം എന്റെ കോണ്ടാക്ട്സ് 350 പേര് എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഇതാര് എന്റെ ഫോൺ എടുത്ത് വെച്ച് ഇത്രയും മെസ്സേജ് അയക്കുന്നത്? സംശയിക്കണ്ട, കൊച്ചായിരിക്കും. അവളീ ആർക്ക് മെസ്സേജ് അയക്കാൻ ഈ രാത്രിയിൽ? എന്നൊക്കെ ചോദിച്ചാ ഞാനിപ്പോ എന്തോ പറയാനാ സാറേ? ചെറു പ്രായമൊക്കെ അല്ലേ. സാറാണെങ്കിൽ 24 മണിക്കൂറും സാരോധം ചെയ്താ കൊച്ചിനെ കൊന്നിട്ടില്ല. മതി 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 മതി. ഇനി ഒരുപാടൊക്കെ പരത്തില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലേ. സാറ് ഇന്നിവിടെ എന്തേലുമൊക്കെ നടക്കും. അത് കണ്ടിട്ടേ ഈ ജോണിക്കുട്ടി പോകുന്നുള്ളൂ. എന്റെ ഫോൺ ബില്ല് 1816 രൂപ. ഇതെങ്ങനെ വന്നേ? എന്റെ ഫോൺ ബില്ല് 1816 രൂപ. ഇതെങ്ങനെ വന്നേന്ന്? ഇതെങ്ങനെ വന്നേ? അത് നീ എന്നെ പഠിപ്പിക്കണ്ട, അതെനിക്കറിയാം. ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോ 4 ദിവസത്തിന് മുമ്പ് രാത്രിയിൽ 1000 മെസ്സേജ് ഇതിൽ നിന്ന് പോയിട്ടുണ്ട്. ഇത് ഞാനല്ലാതെ ഇത് നീ അല്ലേ എടുക്കണേ? അത് ഫോണില് ഓഫർ ഇല്ലേ? ഓഫർ അതിന്റെ പോസ്റ്റ് പെയ്ഡ് ആവട്ടെ. ആദ്യത്തെ 50 മെസ്സേജ് അത് ഓക്കെ. അതിനുശേഷമുള്ള ഓരോ മെസ്സേജിനും ഓരോ രൂപ വെച്ച് കൊടുക്കണം. നീയാണ് അത് വിളിച്ചത്. നീ ഒരു രാത്രിയിലെ 1000 മെസ്സേജ് ആർക്ക് 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 അതാര് ആർക്കയച്ചേ? ഒട്ടിക്കനായി. നീ ആർക്കാണ് തയ്ച്ചത്? അവന്റെ പേര് തോന്നാണ്. അവൻ രാത്രി മെസ്സേജ് അയക്കാൻ നീ അവന് തമ്മിലുള്ള ബന്ധം എന്താ? ഞാൻ ഒരാൾക്കല്ല ഈ മെസ്സേജ് അയച്ചത്. ഒരാൾക്കല്ലേ? 1000 കൂടുതൽ പേർക്ക് അയച്ചു. 1000 കൂടുതൽ പേർക്കാ? ഇത്രയും പേര് നമ്പർ നിനക്കൊന്ന് കിട്ടിയ? എന്റെ ഫോണിൽ കോണ്ടാക്ട്സ് എന്നെ ആകെപ്പാടെ 350 പേരേ ഉള്ളൂ. നിനക്ക് ഇത്രയും പേർക്ക് മെസ്സേജ് അയക്കാൻ നിനക്ക് ഒരു രാത്രി മെസ്സേജ് തലയ്ക്ക് ഭ്രാന്താണ്. അല്ല എന്ന് പറഞ്ഞോണ്ടേ എന്റെ ഫോണിലെ എനിക്ക് ദൈവത്തിന്റെ വെച്ചിട്ടൊരു മെസ്സേജ് വന്നു. അത് 1000 കൂടുതൽ പേർക്ക് അയച്ചാൽ നമ്മള് വിചാരിക്കുന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട് വന്നു. അത് ഞാൻ എന്റെ ഫോണിൽ നിന്ന് അയച്ചത്. അപ്പൊ കുറച്ചായപ്പോഴേക്കും എന്റെ ഫോണിലെ ബാലൻസ് തീർന്നു. ഈ ചായന്റെ ഫോണില് പോസ്റ്റ് പെയ്ഡ് അല്ലേ, അങ്ങനെ ഞാൻ ബാക്കി ഈ ചായന്റെ ഫോണിൽ നിന്ന് അയച്ചത്. നിനക്കൊക്കെ തലയ്ക്ക് ഭ്രാന്താണ്. എന്ത് കരയണണ്ട? നീ പിന്നെ എന്നോട് ചോദിക്കാൻ നീ എന്റെ ഫോൺ എടുത്തില്ല. നീ കൊഴി കുണി വയ്ക്കാൻ മൂത്ത കുടി എന്തിനാ? ഞാൻ വിചാരിച്ചേ ഈ ചേട്ടൻ
മെസ്സേജ് ഫ്രീ ആയിരിക്കും, ഓഫർ ഉണ്ടാവും. എനിക്കപ്പോൾ പെരുത്തോട്ട് വരണേ. രാവിലെ മുതൽ വൈകുന്നേരം പിള്ളേർ വായിട്ടടിച്ച് ഞാൻ ഉണ്ടാക്കുന്ന പൈസ ഫോൺ കമ്പനിക്ക് കൊടുക്കാനാ? ആണോ? സോറി സോറി ഇനി എന്റെ അനുവാദമില്ലാതെ എന്റെ ഫോൺ എടുക്കുകയോ കളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ലേ വർത്താനം പറയുന്നത് കേട്ടോ. വേണ്ടതിനെ കാണിച്ചു വെച്ച മുമ്പ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. ജോണിച്ചേട്ടൻ ഇവിടെ അവിടെ പറയുന്നൊക്കെ ഒട്ടം പിടിച്ച് കേട്ടോണ്ടിരിക്കുകയാണല്ലേ? ഇതെന്തൊരു ബഹളമായിരുന്നു സാറേ. അയ്യോ, സാറിങ്ങനെ ബഹളം വെക്കുന്ന തെറി വിളിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേൾക്കാൻ ചെയ്യും. മനുഷ്യന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്നെ ഉച്ചടുത്ത് ഇങ്ങനെ തന്നെ വർത്താനം പറയും. ചിലപ്പോൾ ചീത്ത പറഞ്ഞെന്ന് ഇരിക്കും. പിന്നെ എന്റെ മാന്യതയോട് ഞാൻ ചീത്ത പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. എന്താ സാറേ കാര്യം? അവള് 1200 പേർക്ക് എന്താ മെസ്സേജ് അയച്ചിരിക്കുന്നു. 1200 മെസ്സേജാ? ഏതോ എന്താ ഇഷ്ട ദൈവത്തിന്റെ എന്താ അത് 1000 പേർക്ക് അയച്ച മനസ്സിൽ ആഗ്രഹിക്കണൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞ പ്രാന്താണ്. ഓ അതാ സാറേ, ഇത് പണ്ടും ഉണ്ടായിരുന്നു. അന്ന് കത്തിലൂടെ ആയിരുന്നു, ഇപ്പൊ ഇത് ഫോണിലൂടെ ആയിരുന്നു മാത്രം. മനുഷ്യന് ദേഷ്യം കയറിട്ടെ പെരുത്ത് കണ്ണും കാണൂടാ. ഞാൻ എന്തൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. ഇനിയിപ്പൊ ഇന്നത്തെ ദിവസം പോക്കാണ്. ഓ 1000 രൂപ പോയതിന് സാർ ഇങ്ങനെയായിരുന്നു ഈ വേളം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അതെ, സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കിയതിന് ശേഷം ആ വരുമാനം കയ്യിൽ നിന്ന് പോകുമ്പോഴേ പോകുന്നവനവന്റെ വിഷമം അറിയും. നിങ്ങൾക്ക് കൂടെ വന്നിട്ട് അങ്ങനെ വെറുതെ പറയാല്ല സാറേ. കാശ് ഇന്ന് വരും, നാളെ പോകും. പക്ഷെ ഈ പറഞ്ഞതൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടാ. എന്താ കണ്ടറിഞ്ഞൂടെ? കള്ളനോട്ടൊന്നുമല്ല, ഇന്ത്യൻ ഗവൺമെന്റ് അടിച്ചിറക്കിയ നോട്ട് തന്നെയാ. എനിക്കെങ്ങും വേണം. ഇച്ചാൻ്റെ ഫോൺ ബില്ല് എത്രയെന്നാ പറഞ്ഞേ? 1816. എൻ്റെ കയ്യിലുള്ളതൊക്കെ നുള്ളിപ്പറക്കിട്ടും ഒരു 17 രൂപയുടെ കുറവുണ്ട്. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ല, ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, ATM കാർഡില്ല. സ്നേഹിച്ച പുരുഷനോട് ഇറങ്ങി വന്നതുകൊണ്ട് ഒരു 17 രൂപയ്ക്ക് വേണ്ടിയിട്ട് വീട്ടുകാരോട് കൈനീട്ടാൻ പറ്റില്ല. സാരമില്ല, നാളെ രാവിലെ ആരുടെ തന്നെ തെണ്ടിയിട്ടായാലും ഞാൻ ആ കാശ് തിരിച്ചു തന്നോളാം. പറയുമ്പോൾ എനിക്ക് ബന്ധുക്കളും ഇച്ചായനും എല്ലാവരും ഉണ്ടെങ്കിലും ഞാനൊരു അനാഥയാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. അതുകൊണ്ടല്ലേ എനിക്കൊരു 17 രൂപ അടക്കാൻ പറ്റാതായിപ്പോയി. പ 17 രൂപയുടെ കുറവ് നിർത്താൻ വേണ്ടി എന്നെ എന്ത് വേണേലും ചെയ്തു. പിന്നെ ഇതൊക്കെ സഹിച്ച് എന്തിനാ ജീവിക്കണമെന്നറിയോ? ആത്മഹത്യ ചെയ്യാനുള്ള പേടിയുള്ളതുകൊണ്ടൊന്നുമല്ല, നമ്മളെ സ്നേഹിച്ചില്ലേലും നമ്മൾ സ്നേഹിക്കുന്നവരെ കണ്ടോണ്ടെങ്കിലും ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇനി നീ എന്നൊന്നും പറയല്ല മോളെ. ഇപ്പൊ തന്നെ ഞാൻ ചെറുതായി ഒരു കടുമോണിയോളമായി. ഇനി നീ എന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായിപ്പോ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ നിന്റെ അടുത്ത് ആകെ പറഞ്ഞെന്നുള്ളതായിട്ട് ശരിയാണ്. അതിന് തിരിച്ചെടുക്കാനും പറ്റൂല. നീ എന്തിനാണ് ആവശ്യമില്ലാതെ ദൈവത്തിന് മെസ്സേജ് അയക്കുക? എന്ത് ആഗ്രഹം സാധിക്കാനാണ്? ഇപ്പോഴെങ്കിലും ഞാൻ ചോദിച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടു. ഇച്ചാൻ എന്തോ വലിയൊരു അപകടം പറ്റുന്നതായിട്ട്.
അങ്ങനെ എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ തനിച്ചായി പോവില്ലേ ചായ? അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ടാ ഞാനിതൊക്കെ. പക്ഷെ ഞാനിതൊക്കെ ചെയ്തിട്ടും ഞാൻ തനിച്ചായി പോയി. എന്താണ് എടി, അതൊക്കെ ഒരു സ്വപ്നല്ലേ? ഓരോ അന്ധവിശ്വാസം. കരയില്ല മക്കളെ. ജീവിത അവസാനം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പോരെ? ഇത് രാവിലെ മുതൽ എൻ്റെ അടുത്ത് ചോദിക്കല്ലേ എൻ്റെ കാലിന്റെ മുട്ട എന്താ പറ്റിയെന്ന്. ആ മെസ്സേജിലുണ്ടായിരുന്നു ഇത്രയും മെസ്സേജ് അയച്ചാ അതും ഉറക്കളിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചോണ്ട് മെസ്സേജ് അയച്ചാ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നു. അതുകൊണ്ടാണ് ഇച്ചേനെ കിടക്കുന്നത് തുടങ്ങിയപ്പോ ഉറക്കൊളിച്ച് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. നീ കരയല്ലേ? എന്തൊരു മണ്ടിയാണ് പൊട്ടി. വണ്ടി വെച്ചായ അതുകൊണ്ടല്ലേ ഞാനത് വിശ്വസിച്ചത്. നീ നോക്ക്, കരയല്ലേ? നീ കരയല്ലേ? നോക്ക്, ഒരു മെസ്സേജ് അയച്ചത് കൊണ്ടോ എഴുത്തയച്ചത് കൊണ്ടോ ഒരു ദൈവവും നമ്മളെ അനുഗ്രഹിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ അയച്ചില്ലെങ്കിൽ ഒരു ദൈവം നമ്മളെ ശപിക്കാനും പോകുന്നില്ല. വേണമെങ്കിൽ ഇനി വഴക്ക് പറഞ്ഞോ? ഇനി ഞാൻ നിന്റെ വഴക്ക് പറയണമെങ്കിൽ ഞാൻ ഒരു മനുഷ്യനല്ലാതാകണം കേട്ടോ. കരയല്ലേ? ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് എനിക്കാണെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് നിന്നോട് അത് പറയാൻ പറ്റൂല. പിന്നെ